യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ആസ്പദമാക്കിയൊരുക്കിയ ദ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായ ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന് റോമിലെ സിനിസിറ്റ സ്റ്റുഡിയോയുടെ CEO മാനുവേല കാസിയാമനി. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത് ഐക്കൺ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന അടുത്ത ചിത്രമായ ദി റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഈ വരുന്ന ഓഗസ്റ്റിൽ ഇറ്റലിയിലെ സിനിസിറ്റിയിൽ ചിത്രീകരിക്കുമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും ഇതിന് വലിയ ഒരുക്കങ്ങൾ ആവശ്യമാണെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. പോഡ്കാസ്റ്റ് അവതാരകനായ ജോ റോഗനുമായുള്ള അഭിമുഖത്തിൽ സംവിധായകൻ ഗിബ്സൺ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സംഭവകഥ ശരിയായി പറയാൻ മാലാഖമാരുടെ പതനത്തിൽ നിന്ന് ആരംഭിക്കണമെന്ന് കരുതുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതെങ്ങനെ ചിത്രീകരിക്കുന്നു എന്നതും ചിത്രീകരിക്കുന്ന രീതിയിൽ ആളുകളിൽ വിഷയവും വികാരങ്ങളും എങ്ങനെ ഉണർത്താമെന്നും ആശയങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. വളരെ കാലമായി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതെളുപ്പമായിരിക്കില്ല. ഇതിന് ധാരാളം ആസൂത്രണം ആവശ്യമാണ്. എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് പൂർണ്ണമായും ഉറപ്പില്ല, പക്ഷേ ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കുമെന്നും മെൽ ഗിബ്സൺ പറഞ്ഞു. യേശുവിൻ്റെ വേഷം കൈകാര്യം ചെയ്ത ജിം കാവിയേസലിനെ യേശുവായി വീണ്ടും അവതരിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ആദ്യ സിനിമ പുറത്തിറങ്ങി 20 വർഷത്തിലേറെയായി എന്ന വസ്തുത നിലനിൽക്കുന്നതിനാൽ CGI ഡി-ഏജിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നും ഗിബ്സൺ പങ്കുവച്ചു. 2004 മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ചിത്രം സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. $30 ദശലക്ഷം ചിലവിൽ നിർമ്മിച്ച സിനിമ ആഗോളതലത്തിൽ $611 ദശലക്ഷം ബോക്സ് ഓഫീസിൽ കരസ്ഥമാക്കിയത്. 370.8 ദശലക്ഷം കളക്ഷനുമായി വടക്കേ അമേരിക്കയിൽ R-റേറ്റഡ് ചിത്രങ്ങളിൽ ഏറ്റവും വലിയ തുക സ്വന്തമാക്കിയ ചിത്രം എന്ന റെക്കോർഡും പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രൈസ്തവർ.